ധ്യാനത്തിനായി ഒരു ദൈവവചന ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 19 മുതൽ 25 വരെയുള്ള ദൈവവചന ഭാഗം. ഹീബ്രു ചാപ്റ്റർ 10 വേഴ്സ് 19 to 25. ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ കഴിയുന്നെങ്കിൽ നല്ലതായിരുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള ദൈവവചന ഭാഗം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. 25 വരെ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. താങ്ക് യു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, എഴുത്തുകാരൻ വളരെ ആധികാരികമായി ചില കാര്യങ്ങൾ എഴുതുകയാണ്. എബ്രായ ലേഖനം പരിശുദ്ധാത്മ പ്രേരണയാൽ എഴുതപ്പെട്ട ഒരു ദൈവവചന ഭാഗമായതുകൊണ്ട് മാനുഷിക എഴുത്തുകാരന്റെ പ്രസക്തി എഴുത്തിന്റെ ആധികാരികതയെ അല്പം പോലും ബാധിക്കുന്നില്ല എന്നുള്ള വാസ്തവം നാം മനസ്സിലാക്കി ബാക്കിയുള്ള കാര്യങ്ങളെ നാം ഉൾക്കൊള്ളാനായി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലെ ആത്മീയ സത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായി സാധിക്കും. ഈ പുസ്തകം മുഴുവൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വായിച്ചതിലും മനസ്സിലാക്കിയതിലും നിന്ന് എനിക്ക് മനസ്സിലായത്, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യം, ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തുവിൽ തികഞ്ഞ ഒരു ജീവിതം, ആ മെച്യൂരിറ്റി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ തികഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ആ ക്രിസ്തുവിൽ തികഞ്ഞ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ എഴുത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാം. ഒന്ന്, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ വ്യക്തിത്വം, യേശുവിന്റെ പ്രവൃത്തി, യേശു ക്രിസ്തുവിലെ വിശ്വാസം. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട വസ്തുതകളെയൊക്കെ നിരത്തി വെച്ചിട്ട് എഴുത്തുകാരൻ പരിശുദ്ധാത്മ പ്രേരണയാൽ പറയുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ ക്രിസ്തുവിൽ തികഞ്ഞ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യം. അതിന് വേറെ ആരെയും കാണിക്കുന്നില്ല, എല്ലാത്തേക്കാളും ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ, ആ ജീവിതത്തെ, പ്രവൃത്തികളെ, ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ, ഇതിൽ അടിസ്ഥിതമായ ഒരു ക്രിസ്തുവിൽ തികഞ്ഞ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എഴുത്തുകാരൻ എഴുതുകയാണ്. അതില് പറഞ്ഞു വരുമ്പോൾ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താന് അവിടെ പറയുന്ന ഒരു ആഹ്വാനമാണ്, എ കോൾ ടു ആക്ഷൻ, ഒരു പ്രവൃത്തിയിലേക്കുള്ള ഒരു ആഹ്വാനമാണ് ഇന്ന് വൈകിയ സമയം നാം വായിച്ചു കേട്ട ഭാഗം. അല്ലെങ്കിൽ an open invitation to practice, to come into the maturity. ആ ഒരു തികവിലേക്ക് നാം എത്താനായി ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിലേക്കുള്ള ഒരു കോളാണ്. ഇറ്റ്സ് an open invitation, it's a call. അതൊരു കോളാണ്, അതിനൊരു ക്ഷണനമാണ്. അതാണ് പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ദൈവമക്കളെ എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വന്നിട്ട് താഴത്ത് പറയുകയാണ്, നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി എന്ത് ചെയ്യണം. അത് കുറഞ്ഞു പോകരുത്, അധികമായി. നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു ചില കാര്യങ്ങളെ കുറിച്ച് ചിലത് ചെയ്യേണ്ടുന്നതിനെ കുറിച്ച് പറയുകയാണ്, ആഹ്വാനം കൊടുത്തിട്ട് പറയുകയാണ്, ഇത് നാൾ സമീപം. അതായത് നമ്മള്
നമ്മൾ ആ നാൾ സമീപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന് കാണുമ്പോൾ അത് അധികമായി ചെയ്യണം. അത് കുറഞ്ഞു പോകരുത്, അധികമായി ചെയ്യണമെന്ന് ആ എഴുത്തുകാരൻ അവിടെ ആഹ്വാനം ചെയ്യുകയാണ്. എന്തിനുള്ള കോളാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്? 3 തരത്തിലുള്ള കോളുകളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 3 types of call that we can see from that particular portion. 3 തരത്തിലുള്ള കോളുകളാണ്. ഒന്നാമത്തെ കോൾ എന്ന് പറയുന്നത് ധൈര്യത്തോടെ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാനുള്ള ഒരു കോള്. an invitation to come closer to God with confidence. ദൈവത്തിന്റെ അടുത്തേക്ക്, ദൈവത്തിങ്കിലേക്ക് വളരെ ധൈര്യത്തോടെ അടുത്തു വരുവാനുള്ള ഒരു കോളിനെയാണ് നമുക്ക് കാണാനായി കഴിയുന്നത്. അത് നാം കാണുന്നത് 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ആ തരത്തിലുള്ള ഒന്നാമത്തെ കോള് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അവിടെ ആ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, ഒരു പുതുവഴിയിലൂടെ നമുക്കൊരു പ്രവേശനം, അല്ലെ, ആ പ്രവേശനം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഫുൾ ആക്സസ്. അപ്പൊ ഒരു പുതിയ വഴിയും ഒരു ഫുൾ ആക്സസുമാണ്. ന്യൂ വേ ആൻഡ് ഫുൾ ആക്സസ് ആണ്. അപ്പം അന്ന് വരെ ഉണ്ടായിരുന്ന ദൈവത്തിങ്കിലേക്ക് പ്രവേശനം, ആളുകൾക്ക് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നതിനുള്ള പലതിന്റെയും പരിമിതികൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിലൂടെ ഒരു പുതിയ വഴി തുറന്നിട്ട് പറയുകയാണ്, ഇതൊരു പാർഷ്യൽ ആക്സസ് അല്ല നമുക്കുള്ളത്. വി ആർ ഗെറ്റിംഗ് ദ ഫുൾ ആക്സസ് ടു ഗോഡ്. ദൈവത്തിങ്കിലേക്ക് ഒരു പൂർണ്ണ പ്രവേശനമാണ് നമുക്ക് ആക്സസ് ആണ് നമുക്ക് ലഭിച്ചത്. ഇന്ന് ഈ ആക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു വേർഡ്, അല്ലെ? കാര്യം ഇന്ന് പല ആപ്ലിക്കേഷൻസിന്റെയും ആക്സസ് എന്ന് പറയുന്നത് ആദ്യം ഒരു അഡ്വർടൈസ്മെന്റ് തന്നിട്ട് പറയുന്ന പോലെ ഒരാഴ്ച നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഫ്രീ ട്രയൽ ആണ്. ആ ഫ്രീ ട്രയലും നമ്മുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അതിന്റെ ആക്സസ് കിട്ടത്തുള്ളൂ. അതിന്റെ അർത്ഥം ഓരോ മാസം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ട്രാപ്പിലായി, നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മളത് പൈസ കൊടുത്ത് മേടിക്കണം. അങ്ങനെയാണ് അവര് നമ്മളെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. പകുതി കാണിച്ചിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കുറച്ച് കാണിച്ചിട്ട് നമ്മളെ പ്രലോഭിപ്പിച്ചിട്ട് അകത്ത് കയറ്റി നമ്മളിൽ നിന്ന് പൈസ മേടിക്കുന്ന ഒരു പരിപാടിയൊക്കെ നമുക്ക് ഈ ആക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ആക്സസ് ഒന്നും കിട്ടത്തില്ല. അല്ല പിന്നെ നമ്മൾ വല്ലതും എന്തെങ്കിലുമൊക്കെ പിന്നാമ്പുറങ്ങളൊക്കെ ഉപയോഗിച്ച് അതിലേക്കുള്ള ആക്സസ് ഒക്കെ അങ്ങനെ ഉപയോഗിച്ചാലും അതിന്റെ ഫുൾ ആക്സസ് ഒന്നും കിട്ടത്തില്ല. പണ്ട് ഞാൻ ഓർക്കുന്നു, ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ, ഈവൻ നമ്മൾ ഈ പൈറേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ഉപയോഗിക്കുന്നത് പോലും തെറ്റാണ്. അതുപോലും നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ എത്തിക്സ്. നമ്മൾ പൈറേറ്റഡ് ആയിട്ട് പണ്ടൊക്കെ ഞാൻ ഉപയോഗിക്കരുത്. ഇപ്പൊ പണ്ടത്തെ കാര്യമാണ്. ഇപ്പൊ പണ്ട് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഓഫീസാണെങ്കിലും എന്താ പറയാ, മറ്റു കാര്യങ്ങളൊക്കെ പിള്ളേരെ വിളിച്ചിട്ട് പറയും, ഓഫീസിൽ വന്നിട്ട് അതൊക്കെ എല്ലാം പൈറേറ്റഡ് ഇട്ടേക്കാൻ പറയും. ടാലി ആണെങ്കിലും കോറൽ ഡ്രോ ആണെങ്കിലും ഇതെല്ലാം പൈറേറ്റഡ് ഇടാൻ പറയും. എല്ലാം ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് വരുമ്പോൾ അവർ പറയും ആ സാധനം മിസ്സിംഗ് ആണ്, ഈ സാധനം മിസ്സിംഗ് ആ. കാര്യം ഫുൾ ആക്സസ് ഇല്ല, ഫുൾ ആക്സസ് കിട്ടുന്നില്ല. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഒരു എത്തിക്കൽ പാർട്ടിയോടെ പറയട്ടെ, നമ്മൾ ഈ പൈറേറ്റഡ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. നല്ല നല്ല കാര്യങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം നമുക്ക് തരുമെന്നേ. നമ്മളത് നല്ല കാശ് കൊടുത്ത് തന്നെ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതൊരു നമ്മുടെ ഒരു ക്രിസ്ത്യൻ എത്തിക്സിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഇവിടെ കർത്താവ് പറയുകയാണ്, യു ആർ ഗെറ്റിംഗ് ദ ഫുൾ ആക്സസ്. ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിങ്കിലേക്കുള്ള ഫുൾ ആക്സസ് ആ കിട്ടുന്നത്. അല്ലെങ്കിൽ കുറച്ച് പകുതി, കുറച്ച് 25%, 10% ഒന്നും അല്ല. വി ആർ ഗെറ്റിംഗ് ദ ഫുൾ ആക്സസ് ടു ഗോഡ്. അവിടെ ആദ്യത്തെ ആഹ്വാനം അതാണ്. നമുക്ക് ഈ പഴയ നിയമ വിശ്വാസികൾക്ക്, പഴയ നിയമ ആളുകൾക്ക് ലഭിക്കാതിരുന്ന വലിയൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. ഒരു ഫുൾ ആക്സസ് ടു ഗോഡ് കിട്ടി. യേശു ക്രിസ്തുവിലൂടെ, ആ പുതിയ വഴിയിലൂടെ എനിക്കും നിങ്ങൾക്കും ആ ഫുൾ ആക്സസ് കിട്ടിയിട്ട് പലപ്പോഴും നമ്മൾ പുറത്ത് നിൽക്കുന്ന ഒരു അനുഭവമാണ്. പുറത്ത് നിൽക്കുക, ആ ഫുൾ ആക്സസിലേക്ക് വന്ന് ആ പൂർണ്ണമായി ദൈവത്തോട് ബന്ധത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു നിലവാരം അവിടെ കണ്ടതുകൊണ്ട് ആ എഴുത്തുകാരൻ പ്രബോധിപ്പിക്കുകയാണ്, ഇറ്റ്സ് എൻ ഓപ്പൺ ഇൻവിറ്റേഷൻ, ഇറ്റ്സ് എ കോൾ ടു ദ ചർച്ച് ദാറ്റ് കം. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. ഒരു എന്താ പറയാ, ദുർമനസാക്ഷി നീങ്ങുമാറ് നിങ്ങളുടെ ഹൃദയത്തിൽ
തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് അടുത്തു വരിക. പണ്ടങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് എഴുത്തുകാരൻ അവരോട് പറയുകയാണ്. ഈ ഫുൾ ആക്സസിലൂടെ നമുക്ക് കിട്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ചില പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോട് ഒരു കൂട്ടായ്മ ലഭിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തോട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുമ്പോൾ, ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ഡ്രോ നിയറർ ടു ഹിം ഓർ ക്ലോസർ ടു ഹിം, അത് നമുക്ക് കിട്ടുന്നത് ദൈവത്തോടൊപ്പമുള്ള വലിയ ഒരു കൂട്ടായ്മയാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാന്റെ വാക്കുകൾ നമുക്ക് 1 യോഹന്നാൻ 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടുന്നതിന് നിങ്ങളോട് അറിയിക്കുന്നു. നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനത് നിങ്ങളോട് അറിയിക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ ആകുന്നു. അപ്പം ദൈവത്തോടൊപ്പമുള്ള ഒരു ഫെലോഷിപ്പിലേക്കാണ് നമുക്കുള്ള ഒരു ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന ഒരു പ്രവേശനം എന്ന് പറയുന്നത് വി ആർ ഗെറ്റിംഗ് ദ കംപ്ലീറ്റ് ആക്സസ് ടു God to have fellowship with him. ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവേശനത്തെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അത് ദൈവത്തെ അറിയുന്നതിലുള്ള കൂട്ടായ്മയാണ്, ദൈവത്തെ അനുഭവിക്കുന്നതിലുള്ള കൂട്ടായ്മയാണ്, ദൈവിക സമൃദ്ധികൾ, ദൈവിക നന്മകൾ അനുഭവിക്കുന്ന കൂട്ടായ്മയാണ്, ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിന്റെ കൂട്ടായ്മയാണ്. ഇതിന്റെ എല്ലാം കൂട്ടായ്മയാണ് നമുക്കവിടെ ഉണ്ടാകുന്നത്. യേശു ക്രിസ്തുവിനെ യേശുവിനോടും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒക്കെയുള്ള ഒരു അഭേദ്യ കൂട്ടായ്മ എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയാണ്. ആ കൂട്ടായ്മയിലേക്കുള്ള വലിയൊരു ഇൻവിറ്റേഷൻ ആണ് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ എഴുത്തുകാരൻ പറയുന്നത് ഇതാണ്: ക്രിസ്തുവിൽ തികഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ഈ കാര്യം ആവശ്യമാണ്. നമുക്ക് ഈ പ്രവേശനം ലഭിച്ചവരായി നാം കിട്ടിയെന്ന് പറഞ്ഞ് പുറത്തു നിൽക്കുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്നവർ ആ പറഞ്ഞ കാര്യങ്ങളെ നാം അനുഭവിക്കുകയോ കേൾക്കുകയല്ല. അകത്ത് വന്ന് ക്രിസ്തുവുമായിട്ടുള്ള, പിതാവുമായിട്ടുള്ള, പരിശുദ്ധാത്മാവുമായിട്ടുള്ള, വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കുവാനും പറയുവാനും ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാനും കഴിയട്ടെ. അതിനായിട്ടാണ് എഴുത്തുകാരൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഈ ഇൻവിറ്റേഷൻ ടു കം, അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെലോഷിപ്പാണ്, കൂട്ടായ്മയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൂട്ടവകാശികളാക്കുക എന്നുള്ളതാണ്. കൂട്ടവകാശികൾ, അത് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറുക. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ആ കൂട്ടവകാശികളായി മാറുന്ന രണ്ടാമത്തെ ഒരു അനുഭവമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു: നാം ദൈവമക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമായി. ആ ഒരു അനുഭവത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ്. അപ്പൊ നമുക്ക് ദൈവത്തിങ്കിലേക്കൊരു പ്രവേശനം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ 2 കാര്യങ്ങൾ. ഒത്തിരി മറ്റു കാര്യങ്ങളുണ്ട്, പക്ഷെ ഈ ഒരു 2 പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒന്ന്, ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മ, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടവകാശികളുമായി തീരുകയാണ്. ദൈവിക നന്മകളുടെ, ദൈവിക അനുഗ്രഹങ്ങളുടെ, ദൈവിക സമൃദ്ധിയുടെ, ദൈവിക പരിപാലനത്തിന്റെ, ദൈവിക വിശ്വസ്തതയുടെ, ദൈവ സ്നേഹത്തിന്റെ ഒക്കെ കൂട്ടവകാശികളായി നാം മാറുകയാണ്. അനുഗ്രഹത്തിന്റെ ഒക്കെ ക്രിസ്തുവിനോടൊപ്പം നമ്മളും അവകാശികളായി മാറുന്ന ഒരു അനുഭവത്തിൽ പുറത്തു നിന്നാൽ ഒരുപക്ഷെ നമുക്കത് കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. മറ്റുള്ളവർ കണ്ടും കേട്ടും അനുഭവിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു കേൾക്കുന്ന ഒരു അനുഭവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ എഴുത്തുകാരൻ ആഹ്വാനം ചെയ്യുന്നു. ഒന്നാമത്തെ ആഹ്വാനം ഇതാണ്: തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്
നാം നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധരക്തത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് അടുത്തില്ല. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒന്നുകൂടെ ദൈവത്തിങ്കിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഏതെങ്കിലുമൊക്കെ നിലവാരത്തിൽ നാം പുറകിൽ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അകന്ന് നിൽക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ. അങ്ങയോട് കൂടുതൽ അടുത്തു വരുവാൻ, അങ്ങയിലേക്ക് കൂടുതൽ അടുക്കുവാൻ, അങ്ങയുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ കഴിയുവാൻ കർത്താവെ ഒരു കൂട്ടവകാശിയായി ഈ ഭൂമിയിലും വരുവാനുള്ള സമയത്തും അത് അനുഭവിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അടുത്തു വരുവാൻ കർത്താവ് സഹായിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം an invitation to come nearer to God or closer to God. ദൈവത്തിങ്കിലേക്ക് ഒരു പ്രവേശനം, ആക്സസ് ടു God. രണ്ടാമത്തേതെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് കാണാനായി കഴിയുന്നത് അചഞ്ചലരായി നാം പ്രത്യാശയുടെ സ്വീകാര്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. അചഞ്ചലരായി, ലെറ്റ്സ് റിമെയിൻ സ്റ്റെഡ്ഫാസ്റ്റ് വിത്ത് അവർ ഹോപ്പ്. അചഞ്ചലരായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. 23-ാമത്തെ വാക്യം, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, ദൈവത്തിങ്കിലേക്ക് അടുത്തു വരിക. രണ്ടാമത് അടുത്ത് വന്നിട്ട് രണ്ടാമത് പറയുകയാണ്, ആ പ്രത്യാശയുടെ ഒരു സ്വീകാര്യം നമുക്ക് തന്നിരിക്കുന്നു, ഒരു പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നു. പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ലാതെ ജീവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളെ ദൈവം മാറ്റി ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് പ്രവേശനം തന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിലുള്ള ഒരു പ്രത്യാശ. ഈ പുസ്തകം മുഴുവൻ പറയുന്ന പ്രത്യാശയെ കുറിച്ചും പറയുന്നുണ്ട്. ഒത്തിരി ഭാഗങ്ങൾ, 3-ാം അധ്യായം, 6-ാം അധ്യായം, 9-ാം അധ്യായം, ഈ അധ്യായങ്ങളിലൊക്കെ ക്രിസ്തുവിലുള്ള പ്രത്യാശ, ദ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള പ്രത്യാശയെ കുറിച്ച് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. അതിന് ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാശയാണ് മുറുകെ പിടിക്കാനായി പറഞ്ഞിരിക്കുന്നത്? 3 തരത്തിലുള്ള പ്രത്യാശ, മൂന്ന് പ്രത്യാശകളെ കുറിച്ച് പ്രധാനമായി ഈ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രത്യാശ എന്ന് പറയുന്നത്, ആ പ്രത്യാശയെ കുറിച്ച് ഈ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ. അതിങ്ങനെ പറയുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിനെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു നോക്കുക. ആ യേശുവിലുള്ള പ്രത്യാശ, ദ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള പ്രത്യാശ. എന്റെ ദൈവമക്കളെ, സഹോദരങ്ങളെ, ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് താങ്ങും തണലും ആശ്വാസവും ആകുന്നത് ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ്. ഈ ലോകത്തിൽ ആരെങ്കിലും ഒക്കെ കൂടെ വരുമെന്നോ, ആരെങ്കിലും ഒക്കെ സഹായകമാകുമെന്നോ, ആരെങ്കിലും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നോ ഒക്കെയുള്ള ചിന്തയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ അവരുടെയൊക്കെ അസാന്നിധ്യം നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ പ്രത്യാശ മുറുകെ പിടിക്കാം. ഈ മരുഭൂമി യാത്രയിൽ എന്റെ ജീവിക്കുന്ന പ്രത്യാശ, എന്റെ അരുമനാഥനായ യേശു ക്രിസ്തു എന്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. എന്റെ ഈ ജീവിതയാത്രയിൽ എന്നെ ഉപേക്ഷിച്ചു പോകാത്ത, എന്നെ വഴി നടത്തുന്ന, എന്നെ സഹായിക്കുന്ന, എന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന, എന്നോടൊപ്പം വരുന്ന, എന്റെ വാക്കുകളെ കേൾക്കാൻ കഴിയുന്ന, എന്റെ ഹൃദയശബ്ദം ഇടപെടാതെ വായിക്കാൻ കഴിയുന്ന, എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വേറെ ഒരു വ്യക്തിയും ഇത്രമാത്രം എന്നോട് അടുപ്പമുള്ളതായില്ല. അതെന്റെ യേശുവാണ്. യേശുവിലുള്ള ആ പ്രത്യാശ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ നമുക്ക് ഒന്നുറപ്പിക്കുവാനായി കഴിയട്ടെ. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയോളം നീളുന്ന ആ ക്രിസ്തുവിലുള്ള പ്രത്യാശ. പക്ഷെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഈ നിരാശാജനകമായ മരുഭൂമി യാത്രയ്ക്ക് നമുക്ക് ഏറ്റവും നമ്മളെ ശക്തീകരിക്കുന്നത് ഈ ക്രിസ്തുവിലുള്ള പ്രത്യാശ. ബാക്കിയുള്ള എല്ലാ ആഹ്വാനങ്ങളും എല്ലാ പ്രതീക്ഷകളും ഒക്കെ ഒരു പരിധി വരെ നമ്മളെ മുമ്പോട്ട് നയിപ്പിക്കാം, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മളെ മുമ്പോട്ട് ശരിയായ രീതിയിൽ നയിക്കുന്നത് യേശുവിലുള്ള പ്രത്യാശയാണ്, യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ്. ശരീരത്തിന്റെ ശക്തി ക്ഷയിക്കുമ്പോഴും, കണ്ണിന്റെ കാഴ്ച മങ്ങുമ്പോഴും, ജീവിതത്തിൽ ചിന്തകൾക്ക് വേണ്ടത്ര മൂർച്ചയില്ലാതെയാകുമ്പോഴും, ആളുകൾ കൂടെ ഇല്ലാതെ ഇരിക്കുമ്പോഴും ഒക്കെ എന്നെയും നിങ്ങളെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ ഇടയാക്കുന്ന കാര്യം ഇതാണ്, ആ ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ്, യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, പ്രത്യാശയുടെ അടിസ്ഥാനം 1 യേശുവിലുള്ള പ്രത്യാശ.
രണ്ട് എന്ന് പറയുന്നത് 9-ാം അധ്യായത്തിന്റെ 28, രണ്ടാമത്തെ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയിൽ നമ്മൾ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിക്കണം. So we need to hold fast the promises and the hope that God given to us. ഒന്നാമത്തത് യേശു ക്രിസ്തുവിൽ, യേശു എന്ന ആ വ്യക്തിയിലുള്ള ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ. രണ്ട്, 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും. തന്റെ പ്രത്യക്ഷതയുടെ പ്രത്യാശ, മടങ്ങി വരവിന്റെ പ്രത്യാശ. ഇതാണ് അടുത്ത പ്രത്യാശ. നമ്മളിൽ ഈ പ്രത്യാശ നാം മുറുകെ പിടിക്കണം. ഇന്ന് നാം പ്രാർത്ഥിച്ചപ്പോഴും വാത്സല്യ ആൻറ്റി പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. കർത്താവേ, അങ്ങയുടെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മളെ പ്രത്യാശ വർദ്ധിപ്പിക്കുകയാണ്. അല്ലെ, നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിലുള്ള ഒരു പ്രത്യാശ. ഈ ലോകത്തിൽ പലതും ചെയ്യാമെന്ന് പറഞ്ഞു, പലതും നൽകാമെന്ന് പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു, പറഞ്ഞവരെല്ലാം വാക്ക് മാറിയവരായി, വാക്ക് പാലിക്കാത്തവരായി നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം താൻ പറഞ്ഞ വാക്കുകളെല്ലാം ഇന്നും അത് ഓരോന്നും ഉവ്വ എന്ന് ആയതുകൊണ്ട് തന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള തന്റെ വാക്കുകൾ അതുപോലെ കർത്താവ് ചെയ്യുവാൻ ശക്തനാണ്. ആ പ്രത്യാശയിൽ തന്റെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആ ഒരു പ്രത്യാശ നമുക്ക്, ആ സ്വീകാര്യം നമുക്ക് മുറുകെ പിടിക്കുവാനിടയാകട്ടെ. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശ, അതൊരു ലിവിങ് ഹോപ്പാണ്, അതൊരു ജീവിക്കുന്ന പ്രത്യാശയാണ്. അപ്പൊ ഒന്നാമത്തേത് യേശു ക്രിസ്തുവിലുള്ള തന്റെ, നമ്മളോടൊപ്പമുള്ള തന്റെ ആ അഭേദ്യ ബന്ധത്തിലുള്ള ഒരു പ്രത്യാശ. രണ്ട്, തന്റെ മടങ്ങി വരവിലുള്ള പ്രത്യാശ. ഇന്ന് രാത്രിയിൽ നമുക്കുണ്ടോ ആ മടങ്ങി വരവിലുള്ള പ്രത്യാശ? ആ മടങ്ങി വരവിലുള്ള പ്രത്യാശ നമുക്ക് ഉണ്ടാകാനിടയാകട്ടെ. മൂന്നാമത്തെ പ്രത്യാശ, ഹോപ്പ് എന്ന് പറയുന്നത് 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുത്തുകാരൻ പറയുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നു: ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ പ്രത്യാശ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന നഗരത്തെ കുറിച്ചുള്ള ഒരു പ്രത്യാശ. മൂന്നാമത്തെ പ്രത്യാശ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന നഗരം നമുക്കുണ്ട് എന്നുള്ള ഒരു പ്രത്യാശ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു നല്ല ഭൂമി കുലുക്കം വന്നാൽ, റിക്ടർ സ്കെയിലിലോ 9, 10 ഒക്കെ വന്നാൽ, നമ്മുടെ ആഡംബര മനോഹര സൗധങ്ങൾ എല്ലാം തകർന്നടിഞ്ഞു വീഴും. അല്ലെ, ഈ ഭൂമിയുടെ ഒരു നല്ല ഭൂമി കുലുക്കത്തിൽ തകർന്നു പോകാൻ മാത്രം ആയുസുള്ളതാണ് നാം വാങ്ങിക്കൂട്ടിയതും നാം വാങ്ങാനിരിക്കുന്നതുമായ ഈ ലോകത്തിന്റെ സൗധങ്ങളെല്ലാം, ഈ ലോകത്തിൻ്റെതായതെല്ലാം. അതുകൊണ്ടാണ് ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇതൊന്നും നമുക്ക് പ്രത്യാശ നൽകുന്നതല്ല. നിലനിൽക്കുന്ന ഒരു നഗരത്തെ കുറിച്ചുള്ള ഒരു അറിവ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള പ്രത്യാശ നമുക്കൊന്ന് മുറുകെ പിടിക്കാൻ കഴിയട്ടെ. ഒന്നാമത് നാം ചിന്തിച്ചു, ദൈവത്തിങ്കിലേക്ക് അടുത്തു വരിക, ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം, ആ ഫുൾ ആക്സസ് ടു ഗോഡ്. രണ്ട്, ദൈവിക പ്രത്യാശയിലുള്ള ആ സ്വീകാര്യത്തിലുള്ള നമ്മുടെ ഒരു മുറുകെ പിടിക്കൽ. നമ്മളതിനെ ഹോൾഡ് ചെയ്യുകയാണ്. യേശു കർത്താവ് എന്നോടൊപ്പമുണ്ട്, എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരുവനല്ല, എന്നോടൊപ്പം ഉണ്ട്. ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ കൂടെ, എന്നോടൊപ്പം, എൻ്റെ കിടക്കയിൽ, എൻ്റെ യാത്രയിൽ, എൻ്റെ മരുഭൂമി യാത്രയിൽ താങ്ങും തണലുമായി എനിക്കൊപ്പം നിൽക്കുന്ന എൻ്റെ അരിമനാഥനായ യേശു ക്രിസ്തുവിന്റെ അസാന്നിധ്യത്തിൽ എനിക്കുണ്ടാകുന്ന ആ ജീവനുള്ള പ്രത്യാശ. രണ്ട്, മടങ്ങി വരവിനെ കുറിച്ചുള്ള എൻ്റെ പ്രത്യാശ. മൂന്ന്, ഈ ഭൂമിയിലെ നഗരങ്ങളെല്ലാം എത്ര വിലപ്പെട്ടതും എത്ര ശ്രേഷ്ഠമെന്ന് നാം എണ്ണിയാലും അതെല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നിലനിൽക്കുന്ന നഗരത്തെ കുറിച്ചുള്ള എന്റെയും നിങ്ങളുടെയും
പ്രത്യാശ, ആ പ്രത്യാശയിൽ ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ മുറുകെ പിടിക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് സഹായിക്കും. അപ്പൊ രണ്ടാമത്തെ ആഹ്വാനമാണ്, നമ്മുടെ പ്രത്യാശയിൽ നാം എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക. ഇന്ന് രാത്രിയിൽ നമുക്ക് ആ പ്രത്യാശയിൽ ഒരു നമുക്കൊരു ഒരു ഒരു ഉറപ്പുണ്ടോ? നമുക്ക് പലപ്പോഴും അതിൻ്റെ അകത്തിലൊക്കെ അനേക സംശയങ്ങൾ ഈ ഭൂമിയിൽ മാനുഷികമായും ഒക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെ? അതൊക്കെ എന്താണ് എങ്ങനെയാണ്? പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് വിശ്വാസത്തിൽ വിശ്വാസം ആശ്രയമായി പരിണമിക്കുമ്പോൾ അത് നമ്മളെ എന്ത് ചെയ്യുകയാണ്? ആ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കാനായി നമ്മളെ സഹായിക്കുകയാണ്, ശക്തീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യം നമുക്ക് കാണാനായി കഴിയുന്നത് 24, 25 വാക്യങ്ങളിലാണ്. അവിടെ പറയുകയാണ് മൂന്നാമത്തെ കാര്യം, സ്നേഹത്തോടെ പരസ്പരം കരുതുക. സ്നേഹത്തോടെ പരസ്പരം കരുതുക. ബി മൈൻഡ്ഫുൾ ഓഫ് വൺ അനദർ വിത്ത് ലവ്. മറ്റുള്ളവരെ കരുതുക, സ്നേഹത്തോടെ കരുതുക. ഇതാണ് മൂന്നാമത്തെ ഒരു ആഹ്വാനം. ഒന്നാമത്തെ ആഹ്വാനം എന്താണ്? കം ക്ലോസർ ടു ഗോഡ് വിത്ത് കോൺഫിഡൻസ്. അതിന് നമ്മൾ കണ്ടത് 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 23-ാമത്തെ വാക്യം രണ്ടാമത്തെ കാര്യം പറയുകയാണ്, റിമെയിൻ സ്റ്റെഡ്ഫാസ്റ്റ് വിത്ത് അവർ ഹോപ്പ്. നമ്മുടെ അചഞ്ചലമായ ആ അചഞ്ചലരായി പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. മൂന്നാമത്തെ കാര്യം, സ്നേഹത്തോടെ പരസ്പരം എന്ത് ചെയ്യുക? കരുതുക. സ്നേഹത്തോടെ പരസ്പരം കരുതുക. അത് 24, 25 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ പറയുകയാണ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്, മറ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കൊപ്പം പ്രാധാന്യമുള്ളതാണ്. ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ദൈവികമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലതിന് പ്രാധാന്യം കൂടുതലും ചിലതിന് പ്രാധാന്യം കുറച്ചും കൊടുക്കാറുണ്ട്. അത് തെറ്റായ ഒരു കാര്യം. അതെന്താണെന്നറിയാമോ? നമ്മള് ഈവൻ ട്രിനിറ്റിയിൽ പോലും ഒരു ഹൈറാർക്കി ഉണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും. തൃത്വത്തിൽ തന്നെ ഉച്ചനീചത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ പിതാവ് വലുത്, പുത്രൻ അതിൽ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. അതിന്റെ അകത്തിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ അകത്തിൽ ഒന്നാമനെന്നും രണ്ടാമനെന്നും മൂന്നാമനെന്നുമുള്ള പദപ്രയോഗങ്ങൾ പോലും തെറ്റാണ്. കാര്യം അത് മാനുഷികമായ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം. അങ്ങനെ ഒന്നില്ല ദൈവത്തിൽ. ദൈവികമായ വാഗ്ദത്തങ്ങളാകട്ടെ ഉപദേശങ്ങളാകട്ടെ ഒന്നിനൊന്ന് പ്രാധാന്യമുള്ളതും, അല്ലെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും, അങ്ങനെയൊന്നില്ല. എല്ലാം പ്രാധാന്യമുള്ള. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളിൽ അവസാനമായി പറഞ്ഞത് കൊണ്ട് ഇതിന് പ്രാധാന്യം കുറവ് എന്നുള്ളതല്ല. 3ഉം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ദൈവത്തിങ്കിലേക്കുള്ള ഒരു പ്രവേശനത്തിൽ ദൈവിക കൂട്ടായ്മയും കൂട്ടവകാശികളും നാം ആകുന്നത് പോലെ അവസാനമായി പറയുകയാണ്, സ്നേഹത്തോടെ നാം അന്യോന്യം കരുതുക. സ്നേഹത്തോടെ നാം അന്യോന്യം കരുതുവാനായി നമുക്ക് ഉള്ള ഒരു പ്രോത്സാഹനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇതും ഒരു ഫെലോഷിപ്പാണ്, അല്ലെ? സഭായോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയാണ്, അല്ലെ? ഒരു കൂട്ടായ്മ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫെലോഷിപ്പ് ദാറ്റ് വി ആർ ഹാവിംഗ് വിത്ത് ദ സെയിൻസ്. മറ്റുള്ള വിശുദ്ധന്മാരുമായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. ലോകത്തിൽ 2 തരത്തിലുള്ള റിലേഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അല്ലെ? ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. 2 ഫെലോഷിപ്പാണ്. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ആത്മീകരായിട്ടുള്ളവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മയ്ക്കാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ സഹ വിശ്വാസികളോടും ദൈവമക്കളോടുമുള്ള സ്നേഹത്തെയാണ് കൂട്ടായ്മ, അല്ല ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടുകാർ പലരുണ്ടാകാം. എല്ലാ കൂട്ടുകാരുടെയും കൂട്ടുകെട്ടുകൾ കൂട്ടായ്മയല്ല. എല്ലാ കൂട്ടായ്മകളിലും നല്ല കൂട്ടുകാരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കൂട്ടുകെട്ടുകളും കൂട്ടായ്മകളല്ല. നമുക്ക് പലപ്പോഴും ഒത്തിരി കൂട്ടുകാർ, വി ആർ ഹാവിംഗ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ബട്ട് ഫ്യൂ ഫെലോഷിപ്പ്. അങ്ങനെ ഫെലോഷിപ്പ് കുറവാണ്, കൂട്ടുകാർ ഒത്തിരി, അല്ലെ? അപ്പം നമുക്ക് ഏറ്റവും ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് പ്രാധാന്യം നിൽക്കുന്ന ഒരു കാര്യമാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ സഭായോഗങ്ങൾ, കൂട്ടായ്മകൾ എപ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നോ അതിനെല്ലാം പ്രാധാന്യം കൊടുക്കണം. ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഗോവയില് ഞാൻ പല ഇംഗ്ലീഷ് ചർച്ചുകൾ പലയിടത്തും പോകാനൊക്കെ ഉള്ള ഒരു അവസരം ദൈവം തന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അല്ലാതെ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ വരുവാണെങ്കിൽ പോലും
2 മണിക്കൂർ ഉണ്ടെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിലധികം അവര് പറയുന്ന ഫെലോഷിപ്പ് ടൈം എന്ന് പറയുന്നത് വർത്താനം പറയുക, അന്യോന്യം ഷെയർ ചെയ്യുക, സങ്കടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഒരാൾ മറ്റൊരാളെ ബലപ്പെടുത്തുക, എൻകറേജ് ചെയ്യുക. അവിടെ കുശുമ്പും കുന്നായ്മയും കൊള്ളിവെപ്പും അല്ലെങ്കിൽ പുറയുന്നുള്ള ഒന്നുമില്ല. അവിടെ അന്യോന്യം എൻകറേജ്. അതൊരു ആത്മീക വളർച്ചയ്ക്കും ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റിനെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ദൈവമക്കളുമായിട്ടുള്ള ഒരു കൂട്ടായ്മ. നമ്മൾ നോക്കി, നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങളിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ്. എത്ര അല്ലെ, ബോസ്മാര് ആളുകളെ എടുത്തിട്ട് ഫയർ ചെയ്യുന്നു, ചൂടാകുന്നു. വീട്ടിലാണെങ്കിലോ അവിടെ നിന്ന് വന്ന് വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടി പ്രശ്നം. മക്കളുടെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, ഭർത്താവിന്റെ പ്രശ്നം, ഇതെല്ലാം സഹിച്ചല്ലേ പറ്റൂ. നമുക്കിതെല്ലാം ഇട്ടിട്ട് ഓടിപ്പോകാൻ പറ്റുമോ? ഇതൊന്നും ഇട്ടിട്ട് ഓടിപ്പോകാനും പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും സഭയിലോട്ട് അവിടെ ചെല്ലുമ്പോൾ അത് അതിനെക്കാട്ടിൽ പേടിച്ച് പന്തളത്ത് ചെയ്യുന്നപ്പോൾ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് സഭ മാറാതിരിക്കാനായി പറയണം. അവിടെ കൂട്ടായ്മ ഉണ്ടാകണം. സഭായോഗങ്ങൾ പലപ്പോഴും ആളുകൾ മുടക്കുക. കാര്യം ഒരു താല്പര്യവും ഇല്ല പോകാൻ. കാര്യം അവിടെ എന്തില്ല? കൂട്ടായ്മകളില്ല. ലാക്ക് ഓഫ് ഫെലോഷിപ്പ്. സഭായോഗങ്ങളിൽ കൂട്ടായ്മകൾ ഉണ്ടാകണം. ആദിമ സഭയിൽ കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. കൂട്ടായ്മ എന്ന് പറയുന്നത് അവർ ഒരുപക്ഷെ നിന്ന് സംസാരിക്കുന്ന സംസാരങ്ങളായിരിക്കാം. വേണ്ടാത്തതൊന്നും അല്ല അവിടെ പറയുന്നത്. അന്യോന്യം അവിടെ അതിനും ഒരു ഫോർമാറ്റ് വെച്ചിട്ടുണ്ട്. ആ ഫോർമാറ്റ് എന്താണെന്ന് അറിയാമോ? തമ്മിൽ പ്രബോധിപ്പിക്കണം, തമ്മിൽ എൻകറേജ് ഈച്ച് അതർ. ഒരാൾ മറ്റൊരാളെ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. പാസ്റ്ററുടെ ഒരു മെസ്സേജ് ഒക്കെ കഴിയുമ്പോൾ പാസ്റ്റർ അടുത്ത് എന്നിട്ട് ഈഗോ ഒന്നും വിചാരിക്കാതെ, പാസ്റ്ററുടെ മെസ്സേജ് ഇന്ന് എനിക്ക് അനുഗ്രഹമായിരുന്നു എന്ന് പറയാൻ നമുക്കൊരു ഒരു സന്തോഷം ഉണ്ടാകും. പാസ്റ്റർ സന്തോഷമായിരുന്നു, എന്നോട് സംസാരിച്ചു, ദൈവം ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കും. സന്തോഷമായിരുന്നു. അത് തന്നെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ നിങ്ങളുടെയും വാക്കുകൾ എനിക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുമ്പോൾ ആ കൈൻഡ് ഓഫ് ഫെലോഷിപ്പ് വിൽ മേക്ക് പീപ്പിൾ ടു കം അഗെയിൻ. അത് വീണ്ടും ആളുകളെ എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ സഭായോഗങ്ങൾ ഉപേക്ഷയായി പോവും. അങ്ങനെയല്ല. അത് സമയം അടുക്കുന്നു എന്ന് നമുക്ക് തോന്നും തോറും, അവസാനം പറയുകയാണ്, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യണം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അധികമായി ചെയ്യണം. ദൈവത്തിലേക്ക് വീണ്ടും അടുത്തു വരണം. നമ്മുടെ സ്വീകാര്യത്തെ നാം മുറുകെ പിടിക്കണം. വിശ്വാസികളുമായിട്ടുള്ള സ്നേഹത്തിന്റെ കൂട്ടായ്മ വർദ്ധിപ്പിക്കണം. അധികമായി ചെയ്യണം. കർത്താവിന്റെ വരവ് അടുത്ത് ഇരിക്കുന്ന, നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഈ കാലയളവിൽ നമുക്കിത് അധികമായി ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വല്ലാത്ത പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ട ഒരു ലോകത്തിൽ ഒരു കൂട്ടായ്മയ്ക്കായി നമ്മുടെ സഭാ കൂട്ടായ്മകളിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ, ഞാനിവിടെ ഞങ്ങളുടെ ചർച്ചില് പല ഹിന്ദിക്കാരായിട്ടുള്ളവരൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സാധാരണ വരുന്നുണ്ട്, നിങ്ങൾ പോയി അവരോട് മിണ്ടണം, സംസാരിക്കണം, പരിമിതിയൊന്നും വിചാരിക്കരുത്. അല്ലെങ്കിൽ അവരെന്ത് വായിക്കോട്ടെ, അവരോട് പോയി മിണ്ടുകയും സംസാരിക്കുകയും. പാസ്റ്റർക്ക് ചിലപ്പം എല്ലായിടത്തും ഓടിയെത്താൻ പറ്റണമെന്നില്ല. നമ്മുടെ ഒരു കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ, അത് നമ്മൾ പറയും അതൊക്കെ ഒരു മോഡേൺ ചർച്ചിന്റെ ട്രെൻഡ്. ഇതൊന്നും ട്രെൻഡ് അല്ല. ആദിമ സഭയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാ. ആദിമ സഭയിൽ അവർക്കുണ്ടായിരുന്നു. ആദിമ സഭയിൽ അവർ അന്യോന്യം എൻകറേജ് ചെയ്യുന്നവരായിരുന്നു. അവർ അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരായിരുന്നു. സ്നേഹത്തോടെ കരുതുന്നവരായിരുന്നു. സൽപ്രവർത്തികൾക്ക് ഉത്സാഹമുള്ളവരായിരുന്നു. സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹമുള്ളവരായി അന്യോന്യം പ്രബോധിപ്പിക്കുന്ന, അന്യോന്യം എൻകറേജ് ചെയ്യുന്ന കൂട്ടായ്മകളാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അതിലേക്ക് ഒരു മടങ്ങിവരവ് കർത്താവ് ആവശ്യപ്പെടുന്നു. നമ്മൾ ഇന്ന് രാത്രിയിൽ നാം ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയുവാനായി സാധിക്കട്ടെ, കർത്താവേ, ഈ ഒരു ഇൻവിറ്റേഷനിൽ എനിക്കും കൂടെ നീ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. എവിടെങ്കിലുമൊക്കെ ഇതിന്റെ അകത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ. വീണ്ടും ഞാൻ അടുത്തു വരുന്നു എന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അടുത്തു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കൂട്ടായ്മകളിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ഫെലോഷിപ്പിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ, ആളുകൾക്ക് കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കാൻ, കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തികളും ഇടപെടലുകളും നമ്മളിൽ നിന്നുണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ 3 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് നാം ചിന്തിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലെറ്റ്സ് കം ക്ലോസ് ടു ഗോഡ് വിത്ത് കോൺഫിഡൻസ്. ദൈവത്തിങ്കിലേക്ക് ധൈര്യത്തോടെ നമുക്ക് അടുത്തു വരാം. 2, അചഞ്ചലരായി
നമുക്ക് ലഭിച്ച പ്രത്യാശയുടെ സ്വീകാര്യം നമുക്ക് മുറുകെ പിടിക്കാം. 3, സ്നേഹത്തോടെ പരസ്പരം കരുതാം. അതിൽ ഒന്നാമത്തെ കാര്യത്തിൽ നാം ധൈര്യത്തോട് അടുത്ത് വരുന്നതിൽ നാം ചിന്തിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, അതിലൂടെ നമുക്ക് ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മ ലഭിക്കുന്നു. ദൈവത്തോട്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി നാം മാറും. 2, രണ്ടാമത്തെ ഭാഗത്ത് നാം ചിന്തിച്ച് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. എന്താണ് നമ്മുടെ സ്വീകാര്യം? യേശു ക്രിസ്തു എന്ന ആ സ്വീകാര്യം, യേശു ക്രിസ്തു എന്ന വലിയ പ്രത്യാശ. 2, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ പ്രത്യാശ. 3, നിലനിൽക്കുന്ന ഒരു വലിയ നഗരം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന വലിയ പ്രത്യാശ. മൂന്നാമത്തേത് നാം ചിന്തിച്ചു ഇങ്ങനെയാണ്: അന്യോന്യം സ്നേഹത്തോടെ കരുതുക, കൈത്താങ്ങൽ നൽകുക, പ്രബോധിപ്പിക്കുക. ഈ ലോകത്തിൽ നമുക്ക് അനേക പരിമിതികളിൽ അനേകർ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മകൾ അവർക്ക് ആശ്വാസമാകട്ടെ, അവർക്ക് ബലമാകട്ടെ, അവർക്ക് ശക്തിയായി തീരട്ടെ. ഈ കൂട്ടായ്മയിൽ ഒരാൾ പാപം ചെയ്തു, തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നരകമോ അല്ലെങ്കിൽ വലിയ ശിക്ഷയോ ഒന്നും അല്ല. അവർക്കുള്ളതെന്ന് പറയുന്നത്, അതും ഈ അധ്യായത്തിൽ തന്നെ പറയുകയാണ്, ഈ അടുത്ത അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ പറയുകയാണ്, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് ബാലശിക്ഷയാണ്. ബാലശിക്ഷകൾ നൽകി അവരെ മടക്കി വരുത്തുന്ന ഒരു അനുഭവം. നമ്മൾ പലപ്പോഴും ശിക്ഷകൾ നൽകി അവരെ മുടക്കിക്കളയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ബാലശിക്ഷ നൽകി അവർ മടങ്ങി വരണം. ഇന്ന് രാത്രിയിൽ ഫെലോഷിപ്പിന്റെ അകത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു: ശിക്ഷ എന്നുള്ളത്, നിത്യശിക്ഷ എന്നുള്ളത് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ബാലശിക്ഷകൾ നൽകി മടക്കി വരുത്തുക. അതിന്റെ ഉത്തരവാദിത്വം ഈ ഫെലോഷിപ്പിലുള്ള ഓരോ വ്യക്തികളുമാണ്. ദൈവത്തോടൊപ്പം ഈ കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ് അവരെ ദൈവിക ബാലശിക്ഷയിലൂടെ അവരെ മടക്കി വരുത്തുന്നത്. ആ ബാലശിക്ഷയിലൂടെ അവർ കടന്നു പോകുമ്പോൾ നിത്യശിക്ഷയിൽ അവർ ആക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെ മുടക്കിക്കളയുകയല്ല, ബാലശിക്ഷയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ദൈവത്തിങ്കിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. വലിയ ഒരു കൂട്ടം നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. ചെറുപ്പക്കാർ നഷ്ടപ്പെടുന്നു, മധ്യവയസ്കർ നഷ്ടപ്പെടുന്നു, അനേക വൃദ്ധന്മാർ മാറിപ്പോകുന്നു. അവരെയൊക്കെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിലൂടെ മടക്കി വരുത്താൻ എനിക്കും നിങ്ങൾക്കും സ്നേഹത്തിലും സൽപ്രവൃത്തിയിലും കഴിയണമെന്ന ആഹ്വാനത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സമയം തന്ന അനുവദിച്ച ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ധാരാളമായിട്ട് ദൈവദാസനെ